ഹായ് ഓൾ എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ സി ആർ ടി ജിയോഗ്രഫി ക്ലാസ്സുകൾ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. എൻ സി ആർ ടി ഹിസ്റ്ററി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 ക്ലാസ്സുകൾ നമ്മൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പ്രധാന എൻ സി ആർ ടി ഇന്ത്യൻ ഹിസ്റ്ററി ഒരു ക്ലാസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള ഹിസ്റ്ററിയും ഒരു ക്ലാസ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ സി ആർ ടി നമുക്ക് പ്രധാനമായിട്ടും പഠിച്ചിരിക്കുന്ന എൻ സി ആർ ടി ചാപ്റ്റേഴ്സ് ഞാൻ തരുന്നതായിരിക്കും. അതിൻ്റെ റിവിഷൻ ക്ലാസ്സും തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ 2 ക്ലാസ്സുകൾ പഠിച്ചിട്ട് ബൈഹാർട്ടാക്കാൻ നോക്കുക പരമാവധി. ഞാൻ ഈ ജിയോഗ്രഫിയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 ചാപ്റ്ററിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള 2 റിവിഷൻ ക്ലാസ്സാണ് നമ്മൾ തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ എടുത്ത ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ റിവിഷൻ നോട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക, കമൻറ്റും കൂടെ ചെയ്യുക, ഹൈപ്പും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എൻ സി ആർ ടി ജിയോഗ്രഫി നമ്മൾ പ്രധാനമായിട്ടും പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് 2-3 ചാപ്റ്റേഴ്സും കൂടി നമുക്ക് എടുക്കാനായിട്ടുണ്ട്. ഇപ്പോൾ കൃഷി, കാലാവസ്ഥയെ കുറിച്ചൊക്കെ വരുന്ന ഒരു 2-3 ചാപ്റ്റേഴ്സ് നമുക്ക് എടുക്കാനായിട്ടുണ്ട്. ഞാൻ എടുത്തു തരാം. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ഈ എൻ സി ആർ ടി +1 ഈ 2ാമത്തെ ഭാഗത്തു നിന്നാണ് നന്നായി ചോദ്യങ്ങൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്തെ പ്രധാനമായിട്ടും പഠിച്ചിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. കുറച്ച് ചോദ്യങ്ങളുള്ളൂ, നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും. നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്നും കൂടിയും ഒരു ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മാത്രമായിട്ട് ഞാൻ തരാം കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പിംഗ് ചെയ്യുക. അതുപോലെ തന്നെ പ്ലേ ലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് പ്ലേ ലിസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസ് ചെയ്തിരുന്നത് കാണാനായിട്ട് സാധിക്കും. നമ്മൾ എസ് സി ആർ ടി ക്ലാസ്സുകളും തരുന്നുണ്ട്, എൻ സി ആർ ടി ക്ലാസ്സുകളും തരുന്നുണ്ട് കേട്ടോ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും മോഡൽ പേപ്പേഴ്സൊക്കെ തരുന്നുണ്ട്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ചാപ്റ്റർ എന്തായിരുന്നു? ഇന്ത്യ സ്ഥാനം എന്നായിരുന്നു അല്ലേ. നമ്മുടെ അടുത്ത ചാപ്റ്റർ ഇന്ത്യ സ്ഥാനമായിരുന്നു. ഈ ഇന്ത്യ സ്ഥാനവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു 2 റിവിഷൻ നോട്ട് നമ്മൾ തന്നിട്ടുണ്ട്. 2 റിവിഷൻ ക്ലാസ് നമ്മൾ തന്നിട്ടുണ്ട്. ഒന്ന് ഷോർട്ട് നോട്ട്, ഒന്ന് വലിയൊരു കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് പി എസ് സിയുമായി ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ എഴുതിയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഈ 2 ക്ലാസ്സുകളും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്ത്യ സ്ഥാനവുമായി ബന്ധപ്പെട്ട് പഠിച്ചു വെച്ചിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ എല്ലാം മിക്സ്ഡ് ആയിട്ടാണ് തന്നിരിക്കുന്നത് കേട്ടോ. നോക്കാം. ഇന്ത്യയുടെ പ്രധാന ഭൂവിഭാഗത്തിൻ്റെ തെക്കേയറ്റത്തെ അക്ഷാംശം ഏതാണ്? ഇന്ത്യയുടെ പ്രധാന ഭൂവിഭാഗത്തിൻ്റെ തെക്കേയറ്റത്തെ അക്ഷാംശം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഏതാ വരുന്നത്? 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത് അക്ഷാംശമാണ് അല്ലേ. അക്ഷാംശം ചോദിക്കുകയാണെങ്കിൽ ഇതാണ് 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്താണ്, തെക്കാണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്രയാണ്? ഇന്ത്യയുടെ ആകെ വിസ്തീർണം എത്രയാണ്? 3.28 ദശലക്ഷം കിലോമീറ്റർ അല്ലേ. 3.28 ദശലക്ഷം കിലോമീറ്റർ കേട്ടോ. 3.28. ഇനി ഇന്ത്യയെ 2ആയി ഭാഗിക്കുന്ന അക്ഷാംശം ഏതാ? ഇന്ത്യയെ 2ആയി ഭാഗിക്കുന്ന അക്ഷാംശം ഏതാ? ഇതാണ് ഉത്തരേന്ത്യൻ രേഖയാണ്. 23.5 ഡിഗ്രി നോർത്ത് അല്ലെങ്കിൽ കർക്കിടക രേഖ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ 2ാമത്തെ ചാപ്റ്റർ നോക്കുകയാണെങ്കിൽ ഘടനയും ഭൂപ്രകൃതിയുമായിരുന്നു. ഈ ഒരു ഭാഗവും നമ്മൾ 2 റിവിഷൻ ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഉപദ്വീപ പീഠഭൂമിയുടെ വടക്കേറ്റത്തുള്ള മടക്ക് പർവ്വതം ഏതാണ്? ഉപദ്വീപ പീഠഭൂമിയുടെ വടക്കേറ്റത്തുള്ള മടക്ക് പർവ്വതം ഏതാണ്? ഇതാണ് ആരവല്ലി പർവ്വതമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഇതാണ് ബൂലാർ തടാകമാണ്. ഇനി കായലുകൾ കാണപ്പെടുന്ന ഇന്ത്യയിലെ തീരപ്രദേശം ഏത്? ഏതാണ്? മലബാർ തീരമാണ് അല്ലേ. കേരളമാണ് മലബാർ തീരം. നെക്സ്റ്റ് 3ാമത്തെ ചാപ്റ്റർ ജലനിർഗമന വ്യവസ്ഥയായിരുന്നു. ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനപ്പെട്ട നദികളെ കുറിച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗംഗയാണ്. ബ്രഹ്മപുത്ര നദി ടിബറ്റിൽ അറിയപ്പെടുന്ന പേരെന്താണ്? സാങ്പോ എന്നാണ്. ഇനി അമർകണ്ടക് കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? നർമ്മദ നദിയാണ് അല്ലേ. അമർകണ്ടക് കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? നർമ്മദയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏതാണ്? മൗസിൻറാമാണ്. കേരളത്തിലും കർണാടകത്തിലും വേനൽക്കാലത്ത് ലഭിക്കുന്ന മഴ അറിയപ്പെടുന്ന പേരെന്താണ്? വേനൽക്കാലത്ത് ലഭിക്കുന്ന മഴ അറിയപ്പെടുന്ന എന്താണ്? മാംഗോ ഷവർ എന്നാണ് അല്ലേ. എൽ നിനോ പ്രതിഭാസം ഏത് സമുദ്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് സമുദ്രവുമായി ബന്ധപ്പെട്ടതാണ്? ഏതാണ്? പസഫിക് സമുദ്രം. നെക്സ്റ്റ് 5ാമത്തെയും 6ാമത്തെ ചാപ്റ്റർ സ്വാഭാവിക സസ്യജാലങ്ങൾ മണ്ണായിരുന്നു അല്ലേ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ്. ചോട്ടാ പർവ്വതങ്ങളിൽ കാണപ്പെടുന്ന കാടുകൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? പർവ്വത വനങ്ങളിൽ വരുന്നു. ബ്ലാക്ക് കോട്ടൺ സോയിൽ എന്നറിയപ്പെടുന്ന മണ്ണ് ഏതാണ്? ഏതാണ്? കറുത്ത മണ്ണ് അഥവാ റിഗർ മണ്ണാണ്. റിഗർ ചർണോസ് എന്നൊക്കെ പേരിൽ കറുത്ത മണ്ണ് അറിയപ്പെടുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? ഇത് കമൻറ്റ് ചെയ്യട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി തന്നിരിക്കുന്നതിൽ ഏതാണുള്ളത് കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഏറ്റവും തെക്കേയറ്റത്തുള്ള മുനമ്പ് ഏതാണ്? ഏതാണ്? ഇന്ദിരാ പോയിൻ്റ് ആണ്. ഇന്ദിരാ പോയിൻ്റ് എവിടെയാണ്? ആൻഡമാൻ നിക്കോബർ ദ്വീപുകളിലാണ് കാണപ്പെടുന്നത്.
ഇന്ത്യയുടെ ആകെ കരഭൂമിയുടെ അതിർത്തി എത്ര കിലോമീറ്റർ നീളമുള്ളതാണ്? ഇന്ത്യയുടെ ആകെ കരഭൂമിയുടെ അതിർത്തി എത്ര കിലോമീറ്റർ നീളമുള്ളതാണ്? ഏകദേശം 15,200 കിലോമീറ്റർ. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പങ്കിടുന്ന പ്രധാന അയൽ രാജ്യങ്ങൾ ഏതെല്ലാം? ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പങ്കിടുന്ന പ്രധാന അയൽ രാജ്യങ്ങൾ ഏതെല്ലാമാണ്? പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞതും മടക്കുള്ളതുമായ പർവ്വതനിര ഏതാണ്? ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞതും മടക്കുള്ളതുമായ പർവ്വതനിര ഏതാണ്? ഹിമാലയൻ പർവ്വതനിരയാണ്. ലക്ഷദ്വീപ് സമൂഹങ്ങൾ ഏത് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഇവയുടെ രൂപീകരണ പ്രത്യേകത എന്ത്? ലക്ഷദ്വീപ് എവിടെയാണ് കാണപ്പെടുന്നത്? അറബിക്കടലിലാണ് കാണപ്പെടുന്നത്. ഇവ പവിഴപ്പുറ്റുകളാൽ രൂപം കൊണ്ട ദ്വീപുകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആൻസർ ആനമുടിയാണ്. കേരളത്തിലെ ആനമുടിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന ഉപദ്വീപീയ നദി ഏതാണ്? ഏതാണ്? ഗോദാവരിയാണ് ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന ഉപദ്വീപീയ നദി. ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ദാമോദർ നദിയാണ് ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. നർമ്മദ, താപ്തി എന്നീ നദികൾ ഒഴുകുന്നത് എങ്ങനെയുള്ള ഭൂപ്രകൃതിയിലൂടെയാണ്? ഏതാണ്? ഭ്രംശ താഴ്വരകളിലൂടെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ കാലാവസ്ഥയെ പൊതുവായി വിളിക്കുന്ന പേരെന്താണ്? ഉഷ്ണമേഖല മൺസൂൺ കാലാവസ്ഥ. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനൽക്കാലത്ത് വീശുന്ന വരണ്ടതും ചൂടേറിയതുമായ പ്രാദേശിക കാറ്റിൻ്റെ പേരെന്ത്? ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വേനൽക്കാലത്ത് വീശുന്ന വരണ്ടതും ചൂടേറിയതുമായ പ്രാദേശിക കാറ്റിൻ്റെ പേരെന്ത്? ആൻസർ ലു ആണ്. വരണ്ട കാറ്റ് ചോദിക്കാറുണ്ടല്ലേ, വരണ്ട ഉഷ്ണക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ PSC ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. ശീതകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ മഴയ്ക്ക് കാരണമാകുന്ന പ്രതിഭാസം ഏതാണ്? ഏതാണ്? പശ്ചിമ അസ്വസ്ഥകൾ. നെക്സ്റ്റ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വനവിഭാഗം ഏതാണ്? ഉഷ്ണമേഖല ഇലപൊഴിയും മരങ്ങൾ. ചന്ദനമരങ്ങൾ സാധാരണയായി ഏത് തരം വനങ്ങളിലാണ് വളരുന്നത്? ഏതാണ്? വരണ്ട ഇലപ്പൊഴി മരങ്ങൾ. നെക്സ്റ്റ്, മണ്ണുകൾ അല്ലേ. ഇന്ത്യയിലെ നദീതടങ്ങളിലും തീരസമതലങ്ങളിലും കാണപ്പെടുന്ന ഏറ്റവും ഫലഭൂയിഷ്ഠമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണാണ്. കറുത്ത മണ്ണ് രൂപപ്പെടാൻ കാരണമായ മാതൃശില ഏതാണ്? ബസാൾട്ടാണ്. ബസാൾട്ട് എന്ന് വെച്ചാൽ ലാവ തണുത്തുറന്നുണ്ടായ പാറകളെയാണ് ബസാൾട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, പ്രകൃതി ദുരന്തങ്ങൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെള്ളപ്പൊക്ക സാധ്യതയുള്ള സംസ്ഥാനം ഏതാണ്? ഏതാണ്? അസമാണ്. ബ്രഹ്മപുത്ര നദിയിലെ വെള്ളപ്പൊക്കം കാരണമാണ് അസം നദിയിൽ എപ്പോഴും വെള്ളപ്പൊക്കം ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് അല്ലേ. നെക്സ്റ്റ്, അറബിക്കടലിനെ അപേക്ഷിച്ച് ഇന്ത്യയുടെ ഏത് തീരത്താണ് ശക്തമായ ചുഴലിക്കാറ്റുകൾ കൂടുതൽ നാശനഷ്ടം വിതയ്ക്കുന്നത്? ഏത് തീരമാണ്? കിഴക്കൻ തീരം, ബംഗാൾ ഉൾക്കടൽ തീരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ഏറ്റവും വടക്കേറ്റത്തുള്ള പോയിന്റ് ഏതാണ്? ഇന്ദിരാകോളാണ്. ഇന്ത്യയുടെ കിഴക്കേറ്റവും പടിഞ്ഞാറേറ്റവും തമ്മിലുള്ള സമയവ്യത്യാസം എത്രയാണ്? ഏകദേശം 2 മണിക്കൂർ. ഇന്ത്യയുടെ പ്രാമാണിക രേഖയായി കണക്കാക്കുന്ന രേഖാംശം ഏതാണ്? 82.5 ഡിഗ്രി രേഖാംശം മിർസാപൂരിലൂടെ കടന്നു പോകുന്നു. 82.5 ഡിഗ്രി രേഖാംശം. ഇന്ത്യയുമായി ഏറ്റവും നീളമേറിയ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ആൻസർ ബംഗ്ലാദേശ്. ഇന്ത്യയെയും ശ്രീലങ്കയെയും വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാണ്? പാക് കടലിടുക്ക്. ഘടനയും ഭൂപ്രകൃതിയും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയർന്ന കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ആനമുടി 2695 മീറ്ററാണ്. കാശ്മീർ ഹിമാലയത്തിൽ കുങ്കുമപ്പൂ കൃഷിക്ക് ഉപയോഗിക്കുന്ന പ്രത്യേകതരം മൺതിട്ടകൾ അറിയപ്പെടുന്ന പേരെന്ത്? കരേവികൾ. ഭൂമിയിലെ സ്വർഗം എന്നറിയപ്പെടുന്ന കാശ്മീർ താഴ്വര
സസ്കർ നിരകൾക്കും ഏത് പർവ്വതനിരകൾക്കും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കാശ്മീർ താഴ്വര, പിർപ്പാഞ്ചൽ അല്ലെ, പിർപ്പാഞ്ചൽ നിരകൾക്കിടയിലായിട്ടാണ് എന്ത് സ്ഥിതി ചെയ്യുന്നത്? കാശ്മീർ താഴ്വര സ്ഥിതി ചെയ്യുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വലിയ പാറക്കല്ലുകളും മണലും അടിഞ്ഞുകൂടി നദികൾ അന്തർവാഹിനികളായി മാറുന്ന പ്രദേശം ഏതാണ്? വലിയ പാറക്കല്ലുകളും മണലും അടിഞ്ഞുകൂടി നദികൾ അന്തർവാഹിനികളായി മാറുന്ന പ്രദേശം ഏതാണ്? ബാബറാണ്. നദീതടങ്ങളിലെ പുതിയ എക്കൽ മണ്ണ് എന്നറിയപ്പെടുന്നു? പുതിയ എക്കൽ മണ്ണ് അടങ്ങിയ പ്രദേശം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കാദർ എന്നാണ്. മറ്റേതാണെങ്കിലോ പഴയ മണ്ണാണെങ്കിലോ ബംഗർ എന്നാണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സിന്ധു നദിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദി ഏത്? സിന്ധു നദിയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ്? ചെനാബ്. ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്ന് രൂപീകരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ്? ഗംഗയും ബ്രഹ്മപുത്രയും ചേർന്ന് രൂപീകരിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണ്? സുന്ദർബൻ ഡെൽറ്റ. സുന്ദർബൻ ഡെൽറ്റ ഏത് സംസ്ഥാനത്താണെന്ന് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഉപദ്വീപി നദികളിൽ വലിപ്പത്തിൽ 2ാം സ്ഥാനത്തുള്ള നദി ഏത്? ഉപദ്വീപി നദികളിൽ വലിപ്പത്തിലുള്ള ഏതാണെന്ന് പറഞ്ഞു? ഏറ്റവും വലിപ്പം കൂടുതലുള്ള ഏതാണ്? ഗോദാവരിയാണ് അല്ലേ. 2ാമത്തെ സ്ഥാനത്ത് ഏതാണ്? കൃഷ്ണ നദിയാണ്. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? മഹാനദി. പശ്ചിമഘട്ടത്തിലെ മഹാബലേശ്വറിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? കൃഷ്ണ നദി. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ആകാശം തെളിയുന്നതിനൊപ്പം താപനിലയും ആർദ്രതയും ഉയരുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്? ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ആകാശം തെളിയുന്നതിനൊപ്പം താപനിലയും ആർദ്രതയും ഉയരുന്ന പ്രതിഭാസത്തിന് പറയുന്ന പേരെന്ത്? എന്താണ്? ഒക്ടോബർ ഹീറ്റ്. കർണാടകയിൽ കോഫി കൃഷിക്ക് ഏറെ സഹായകരമാകുന്ന പ്രീ മൺസൂൺ മഴ ഏതാണ്? ചെറി ബ്ലോസം. ഇന്ത്യയിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ലേ ലഡാക്ക്. ITCZ എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ത്? ITCZ, ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടോ? ITCZ കണ്ടിട്ടുണ്ടാവണം അല്ലേ. കഴിഞ്ഞ ഏതോ ഒരു PYQ പേപ്പറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ എന്നാണ്. ഇന്റർ ട്രോപ്പിക്കൽ കൺവെർജൻസ് സോൺ, അതായത് അന്തർ ഉഷ്ണമേഖല അഭിസരണ മേഖല എന്നാണ്. ഇന്ത്യയിൽ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആദ്യം എത്തുന്ന സംസ്ഥാനം കേരളം. രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന പ്രധാന വനവിഭാഗം ഏതാണ്? പ്രധാനപ്പെട്ട വനവിഭാഗം ഏതാണ്? ഉഷ്ണമേഖല മുൾക്കാടുകൾ. ഇന്ത്യയിൽ പ്രൊജക്ട് ടൈഗർ ആരംഭിച്ച വർഷം? 1973. ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ്? നീലഗിരി ബയോസ്ഫിയർ റിസർവ് 1986. ആനകളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയിൽ പ്രൊജക്ട് എലഫന്റ് ആരംഭിച്ചത് 1992. ഉപ്പുരസമുള്ളതും കൃഷിക്ക് ഒട്ടും അനുയോജ്യമല്ലാത്തതുമായ മണ്ണ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉവർ മണ്ണ്, സലൈൻ സോയിൽ. ചുവന്ന മണ്ണിന് ആ നിറം നൽകുന്ന ഘടകം ഏതാണ്? ഇരുമ്പ് ഓക്സൈഡിൻ്റെ സാന്നിധ്യം. കുന്നിൻ ചെരിവുകളിൽ മണ്ണൊലിപ്പ് തടയാൻ സ്വീകരിക്കുന്ന ഏറ്റവും ഫലപ്രദമായ കൃഷിരീതി ഏതാണ്? തട്ടുതട്ടായുള്ള കൃഷി. നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവ വളരെ കുറഞ്ഞതും ഹ്യൂമസ് അടങ്ങിയതുമായ ചതുപ്പ് പ്രദേശങ്ങളിലെ മണ്ണ് ഏതാണ്? കരിമണ്ണ് അഥവാ പീറ്റ് മണ്ണ്. സമുദ്രത്തിനടിയിലുണ്ടാകുന്ന ഭൂകമ്പങ്ങൾ കാരണം രൂപപ്പെടുന്ന ഭീമാകാരമായ തിരമാലകൾക്ക് പറയുന്ന പേരെന്താണ്? സുനാമി. ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ഏറ്റവും കൂടുതൽ വരൾച്ചാ ഭീഷണി നേരിടുന്നത്? ഏതാണ്? രാജസ്ഥാൻ. പശ്ചിമഘട്ടത്തിലും ഹിമാലയൻ പ്രദേശങ്ങളിലും മഴക്കാലത്തുണ്ടാകുന്ന പ്രധാന പ്രകൃതി ദുരന്തം ഏതാണ്? ഉരുൾപൊട്ടലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ പ്രധാനമായിട്ടും ചോദിക്കാവുന്ന NCERT ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഓരോ സബ്ജക്റ്റിൻ്റെയും ഇതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് കൂടെ ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം.